നമുക്കിനി കലൂർ സ്റ്റേഡിയത്തിലേക്ക് തന്നെ തിരികെ പോകാം. അവിടെ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. നവീകരണത്തിന് കരാർ നൽകിയതിൽ വൻ ക്രമക്കേടുണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. അതിലേറ്റവും പ്രധാനം അതിനകത്ത് ഒരു ഒപ്പുവെച്ച കരാർ ഇല്ലാതെയാണ് കലൂർ സ്റ്റേഡിയം സ്പോൺസർ നവീകരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. ഒക്ടോബർ 7 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഒരു ത്രികക്ഷി കരാറാണ് തീരുമാനിച്ചിരുന്നത്. അതിൽ GCDA, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, സ്പോൺസർ എന്നിവരുൾപ്പെട്ട ത്രികക്ഷി കരാറിനായിരുന്നു തീരുമാനമായത്. സ്പോൺസർക്ക് സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്ന ആവശ്യവും അന്ന് തന്നെ മുഖ്യമന്ത്രി തള്ളിയിരുന്നു. MK ഷുക്കൂർ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഷുക്കൂർ, ഇതിപ്പോ നവീകരണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇതിന് പിന്നിലുണ്ടായിരുന്ന ദുരൂഹതകളും അല്ലെങ്കിൽ ക്രമക്കേടുകളും അഴിമതി ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിക്ക് അതിൽ ഇടപെടേണ്ടി വന്നു. അദ്ദേഹം പക്ഷേ സ്റ്റേഡിയം സ്പോൺസർക്ക് ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്നൊരു കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വരുത്തിയത്. പക്ഷേ ഈ നവീകരണ പദ്ധതി പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളിൽ, വിവാദങ്ങളിൽ വ്യക്തത ഇന്നലെ മുഖ്യമന്ത്രി വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഈ ത്രികക്ഷി കരാറൊക്കെ എവിടെയാണ് പാളിപ്പോയത്, അതെങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യപ്പെട്ടത്, ഇതിനകത്ത് ഉയരുന്ന ദുരൂഹതകൾ ഇനിയും മറനീക്കി പുറത്തു വരാനുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സൈഫുദ്ദീൻ, അർജന്റീനയുടെ കേരള മത്സരം വളരെ തിടുക്കത്തിൽ സംഘടിപ്പിക്കുന്നതാണ് എന്നൊരു പ്രതീതി തുടക്കം മുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഈ മത്സരം നടത്തണമെന്ന ഒരു ആവശ്യം GCDA ചെയർമാൻ സർക്കാരിന് കത്തയച്ചാണ് അറിയിക്കുന്നത്. സർക്കാർ അതിന് തയ്യാറാകുന്നു. പിന്നീട് പല തലത്തിലുള്ള യോഗങ്ങൾ നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒക്ടോബർ 7 നടക്കുന്ന യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ത്രികക്ഷി കരാർ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ആ ത്രികക്ഷി എന്നുള്ളത് ഒന്ന് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി, അത് GCDA, മറ്റൊന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, മൂന്നാമത്തേത് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ. ഈ 3 പേർ ചേർന്ന ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. ഈ നിർദ്ദിഷ്ട കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ടെക്നിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയുണ്ട്. ഈ കമ്മിറ്റിയിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെ പ്രതിനിധിയുണ്ട്, GCDയുടെ പ്രതിനിധിയുണ്ട്, ഒപ്പം തന്നെ ആൻഡോ അഗസ്റ്റിൻ്റെ ജനറൽ മാനേജറുണ്ട്. ഈ 3 പേരടങ്ങിയ ടെക്നിക്കൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കേണ്ടത്. ഇത് നിർദ്ദിഷ്ട കരാറിലുള്ളതാണ്. എന്നാൽ ഈ കരാറ് GCDA തയ്യാറാക്കി നിയമവകുപ്പിന് അയച്ചു. നിയമവകുപ്പ് അതിൻ്റെ പരിശോധന ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. ആ പരിശോധന പൂർത്തിയാക്കാതെ നിയമവകുപ്പിൻ്റെ പരിഗണനയുള്ളപ്പോൾ തന്നെ ഈ സ്റ്റേഡിയത്തിൽ പണി നടക്കുകയും കരാർ നിയമപരമായി ഒരു കരാർ പ്രാബല്യത്തിലില്ല എന്നൊരു സാഹചര്യം സംജാതമാവുകയും ചെയ്തു. അതിനവർ പറയുന്ന ന്യായം ഇത് വളരെ തിടുക്കത്തിൽ നടത്തിയതാണ്, അതുകൊണ്ടാണ് കരാർ ഇല്ലാത്തത് എന്നുള്ളതാണ്. നേരത്തെ കരാറുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകൂ, എല്ലാത്തിനും കരാറുണ്ട് എന്നുള്ളതായിരുന്നു അവരുടെ മറുപടി. എന്നാൽ നിയമപരമായി ഒരു കരാർ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഈ സ്പോൺസറുമായി ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അതാണ് മീഡിയ വൺ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒക്ടോബർ 7 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ സ്പോൺസർ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തനിക്ക് സൗജന്യമായി ഈ കലൂർ സ്റ്റേഡിയം മത്സരത്തിനായി വിട്ടു നൽകണം എന്നുള്ളതാണ്. എന്നാൽ മുഖ്യമന്ത്രി അത് സമ്മതിച്ചില്ല. മറ്റൊന്ന് ഈ സ്റ്റേഡിയത്തിൽ കൂടുതൽ അവകാശവാദങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. എന്നാൽ അതൊന്നും നൽകാൻ സാധ്യമല്ല, നിങ്ങൾക്കൊരു മത്സരം നടത്താം, മത്സരം നടത്തി കഴിഞ്ഞ ഉടൻ ഈ സ്റ്റേഡിയം കൈമാറണം. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വളരെ ഉറച്ച നിലപാടുണ്ടായിരുന്നു. സ്പോൺസറുടെ ഒരു കളങ്കിത പശ്ചാത്തലം കൂടി പരിശോധിച്ചായിരിക്കണം ഒരുപക്ഷെ മുഖ്യമന്ത്രി അത്തരമൊരു നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടുകൂടി മറുപടി പറഞ്ഞത്. മത്സരം നടത്താനുള്ള അവകാശം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്, സ്റ്റേഡിയം ആർക്കും അങ്ങനെ അവകാശമൊന്നും വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രി ഇന്നലെ എടുത്തതും നേരത്തെ ഒക്ടോബർ 7 ചേർന്ന യോഗത്തിൽ സ്പോൺസറും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും GCDAയും പങ്കെടുത്ത യോഗത്തിലും മുഖ്യമന്ത്രി എടുത്ത നിലപാടും ഒന്നാണ്. ആ അർത്ഥത്തിൽ സ്പോൺസർ ഇപ്പോൾ പറയുന്നത് തങ്ങൾ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ്. എന്നാൽ അത്തരമൊരു കരാർ നിലവിലില്ല. ഈ കരാർ നിലവിലില്ലാതെ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്തം, നിയമപരമായ ഉത്തരവാദിത്തം ആർക്കാണ് എന്ന ചോദ്യമുണ്ട്. അത് GCDAയും അതുപോലെ തന്നെ സ്പോർട്സ് കേരള ഫൗണ്ടേഷനും ഇതിനെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകുന്നില്ല. അതിനവർക്ക് പല കാരണങ്ങൾ പറയാം, വളരെ തിടുക്കത്തിൽ നടത്തിയത് കൊണ്ടാണ് എന്നെല്ലാം അവർക്ക് പറയാം. എങ്കിൽ പോലും നിയമപരമായ ഒരു കരാർ ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.